ഹായ്. രാവിലെ തന്നെ കിച്ചണിൽ അനീഷും ബിന്നിയും അതുപോലെ മറ്റുള്ളവരും ചേർന്ന് നല്ല അടിയുണ്ടായിരുന്നു. തീർച്ചയായും ആരുടെ ഭാഗത്താണ് ന്യായം, ആരാണ് ശരി എന്നുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. പല ആൾക്കാരും പറയുന്നു ഞാൻ അനീഷിനെ മനഃപൂർവ്വം തേച്ചൊട്ടിക്കുകയാണ്, അനീഷ് ചെയ്ത നല്ല കാര്യങ്ങൾ പോലും ഞാൻ തെറ്റായി കാണുന്നു, അത് ശരിയല്ല, നീ മാത്രമാണ് ഇങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായും ഞാൻ അങ്ങനെ തന്നെയാണ്. അനീഷ് തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തു എന്ന് തന്നെ പറയും, അതിൽ ഒരു മാറ്റവും. അനീഷ് എന്ത് ചെയ്താലും, അതായത് ചമ്മി നാറിയാലും അനീഷ് മാസ്, അനീഷ് വേറെ ലെവൽ എന്ന് പറയുന്ന ചാനലുകൾ ഉണ്ടാവും. ഇവിടെ അനീഷ് തെറ്റ് ചെയ്താൽ അനീഷ് തെറ്റ് ചെയ്തു എന്ന് തന്നെ പറയും, ഒരു സംശയമില്ല. ഇന്ന് രാവിലെ നടന്ന വിഷയത്തിൽ അനീഷ് മാസ്, അനീഷ് ബിന്നിയെ വലിച്ചു കീറി എന്നൊക്കെ പറയുന്നത് കേട്ടു. സത്യമായിട്ട് എനിക്ക് തോന്നിയത് അനീഷിനെ എല്ലാവരും കൂടി വലിച്ചു കീറി എന്നുള്ളത് തന്നെയാണ്, ഒരു മാറ്റവും. അനീഷ് നല്ല രീതിയിൽ നോണയും പറഞ്ഞിട്ടുണ്ട്. സംഭവം ഇതാണ്, ബിന്നിയാണ് ക്യാപ്റ്റൻ, അനീഷ് കിച്ചൺ ക്യാപ്റ്റനാണ്. അനീഷ് അവിടെ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുന്നു, സ്റ്റോർ റൂമിൽ ബെല്ലടിക്കുന്നു, അനീഷ് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു സ്റ്റോർ റൂമിലേക്ക്. ആ വിഷയത്തെ ചൊല്ലിയാണ് തർക്കം. അതായത് ബിന്നി അനീഷിനോട് അത് ചെയ്യരുത് എന്ന് പറയുന്നു. അപ്പൊ എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഇത്രയും കാലം ഇല്ലാത്ത പ്രശ്നം ഇപ്പോഴെങ്ങനെ വന്നു? ഇത് ഫാമിലി വന്നതുകൊണ്ട് ഉണ്ടായ മാറ്റമാണ്. ഫാമിലി വന്നപ്പോൾ നിങ്ങളെല്ലാവരും മാറി. ഇതുവരെ ഞാൻ മാത്രമല്ലേ അങ്ങോട്ട് പോയിട്ടുള്ളൂ. ഇപ്പോൾ ഫാമിലി വന്നതോടുകൂടി നിങ്ങളെല്ലാവരും ചേഞ്ചായി, നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു, ഇത് ശരിയല്ല, അത് തെറ്റാണ് എന്ന് അനീഷ് ഉറച്ചു പറയുന്നു. ശരിക്കും ഫാമിലി വന്നതുകൊണ്ടാണോ ഈ മാറ്റം ഉണ്ടായത്? ഫാമിലി വന്നതുകൊണ്ട് ആർക്കാണ് മാറ്റമുണ്ടായത്? അതായത് അനീഷ് പറയുന്ന കാര്യം, ഫാമിലി വന്നതോടുകൂടി സ്റ്റോർ റൂമിൽ താൻ ഓടിപ്പോകുന്നത് നിർത്തണം എന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് ഫാമിലി വന്നതുകൊണ്ട് മാത്രമാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. പക്ഷെ ശരിക്കും അങ്ങനെയാണോ സംഭവിച്ചത്? ഒനിയൽ സാബു ക്യാപ്റ്റൻ ആവുന്ന സമയത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, സ്റ്റോർ റൂമിലേക്ക് ക്യാപ്റ്റൻ അല്ലാതെ വേറെ ആരും പോവരുത്. ഇനി അങ്ങനെ പോവണമെങ്കിൽ ക്യാപ്റ്റന്റെ അനുവാദം വാങ്ങിച്ചിട്ട് മാത്രമേ പോവാൻ പറ്റുകയുള്ളൂ. അതായത് മുൻപേ തന്നെ ഈ ചർച്ച വന്നിട്ടുണ്ട്. അതായത് അനീഷ് അവിടെ ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഓടിപ്പോകുന്ന ഒരു പരിപാടി പൊതുവെ ആർക്കും ഇഷ്ടമല്ല. കാരണം ഇവിടെ എല്ലാവർക്കും തുല്യ അവകാശമാണ്, ആർക്ക് വേണമെങ്കിലും പോയെടുക്കാം. അവിടെ അനീഷ് എന്നല്ല, അനീഷിനും എടുക്കാം, ആർക്ക് വേണമെങ്കിലും പോയെടുക്കാം. പക്ഷെ ഒനിയിൽ പറയുന്നു, ഞാൻ ക്യാപ്റ്റൻ ആവുകയാണെങ്കിൽ ക്യാപ്റ്റന്റെ അനുവാദത്തോടെ മറ്റുള്ളവർക്ക് പോവാം, അല്ലെങ്കിൽ ക്യാപ്റ്റൻ പോയി എടുക്കും എന്നുള്ളൊരു കാര്യം. അത് ന്യായമായ ഒരു കാര്യമാണ്. അപ്പോൾ ഫാമിലി വന്നതുകൊണ്ടല്ല അങ്ങനെ ഒരു വിഷയം അവിടെ സംഭവിച്ചത്. ഇപ്പോൾ ഇന്ന് ചപ്പാത്തി പരത്തുന്നതിനിടയിൽ അനീഷ് ഇറങ്ങി ഓടുന്നു. ഇതിനു മുൻപും അതേ സംഭവം ഉണ്ടായി. അതായത് അക്ബറും അനുമോളും അനീഷും ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ബെല്ലടിക്കുന്നു, അനീഷ് ഇറങ്ങി ഓടുന്നു. അതിനെതിരെ അക്ബറും അനുമോളും എല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചെയ്യുന്നത് ശരിയല്ല, നിങ്ങളൊരു പണി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അത് ചെയ്യേ, ഇതെൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞിട്ടാണ് അനീഷ് ഓടുന്നത്. ഇന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ബിന്നി ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ബിന്നിയോട് പറയുന്നു, നിങ്ങളുടെ ഫാമിലി വന്നതിന് ശേഷം ഉണ്ടായ മാറ്റമാണ്, അങ്ങനെ പറഞ്ഞ് തർക്കിക്കുന്നു. ഇതെന്റെ അവകാശമാണ്, ഞാൻ പോകുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം, ഞാൻ മാത്രമല്ലേ പോകുന്നുള്ളൂ, ഇതുവരെ നിങ്ങൾ ആരും പോകുന്നില്ലല്ലോ എന്ന്. അതായത് ബെല്ലടിച്ച വഴിക്ക് അനീഷ് ഇറങ്ങി ഓടുകയാണ്. പിന്നെ എങ്ങനെ മറ്റുള്ളവർക്ക് പോകാൻ ഒരവസരം കിട്ടും? ഇവിടെ ഫാമിലി വന്നതുകൊണ്ട് മറ്റുള്ള ആർക്കും ഒരു മാറ്റവും സംഭവിച്ചില്ല. ബിന്നിയുടെ കാര്യം പറഞ്ഞു എന്ന് മാത്രം. ഫാമിലി വന്നതുകൊണ്ട് മാറിയത് അനീഷാണ്. അനീഷിന്റെ ഗെയിമിലാണ് മാറ്റം വന്നത്. അനീഷിനോട് ഫാമിലി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നീ ആദ്യം എങ്ങനെയായിരുന്നു, അതായത് ആ ചൊറിച്ചൽ ഗെയിം, അത് തുടരാനാണ് ഫാമിലി പറഞ്ഞത്. അതാണ് ഇപ്പോൾ അനീഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദില കൃത്യമായി ചോദിക്കുന്നുണ്ട് അനീഷിനോട്, ഫാമിലി വന്നതുകൊണ്ട് എന്ത് മാറ്റമാണ് ഉണ്ടായത്, എന്താണ് നിങ്ങളുടെ മനസ്സിൽ, അത് പറയും എന്ന് പറയുമ്പോൾ അനീഷിന് മിണ്ടാട്ടമില്ല. കാരണം അനീഷ് ഉദ്ദേശിക്കുന്നത് തനിക്കെതിരെ ഇവരെല്ലാവരും തിരിയണം എന്നുള്ളൊരു കാര്യമാണ്. അതിനുവേണ്ടി അനീഷ് മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ അനീഷിന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. അതുപോലെ തന്നെ ഇതിനു മുൻപ് നിങ്ങൾ ആരും ഇത് പറഞ്ഞിട്ടില്ലല്ലോ, ഇപ്പോഴാണ് ഇത് പറയുന്നത് എന്നാണ് അനീഷ് പറയുന്നത്. അത് നുണയാണ്. അപ്പോൾ മറ്റുള്ളവർ പറയുന്നുണ്ട്, ഇതിനു മുൻപും നിങ്ങൾ ഇത് ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അനീഷ് അത് സമ്മതിക്കുന്നില്ല. ഇല്ല, ഇതിനു മുൻപ് പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ് അനീഷ് പറയുന്നത്. തീർച്ചയായും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. അതായത് 2 ദിവസം മുൻപ് ഇതേപോലെ ചപ്പാത്തി കുഴയ്ക്കുന്നു, ആ സമയത്ത് ബെല്ലടിക്കുന്നു, അനീഷ് ഇറങ്ങി ഓടുന്നു. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട് അത് ശരിയല്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ബിന്നി ഇവിടെ ശരിക്കും അനീഷിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആദില, നൂറ, ലക്ഷ്മി, അനുമോള് എല്ലാവരും ശരിക്കിട്ട് കൊടുക്കുന്നുണ്ട്, നന്നായി കുടഞ്ഞിട്ടുമുണ്ട്. ഇവിടെ അനീഷ് ശരിക്കും ചമ്മി നാറി ചീഞ്ഞളിഞ്ഞു. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അനീഷിന്റെ പിആറുകൾ ഇത് മാസാണ്, മറ്റതാണ്, മറിച്ചതാണ് എന്നൊക്കെ പറയുമായിരിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല, അത്തരം ആൾക്കാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ വ്യൂസ് കിട്ടാൻ വേണ്ടി പല യൂട്യൂബ് ചാനലുകളും തമ്പനയിൽ അനീഷ് പൊളിച്ചു തകർത്തു എന്നൊക്കെ പറയും. അത് വ്യൂസ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. അതായത് കുറച്ച് അന്തങ്ങൾ അത് വന്ന് കാണുമല്ലോ എന്ന് വിചാരിച്ചാണ്, വേറെ ഒന്നുമല്ല. ഇന്ന് ശരിക്കും അനീഷ് ചമ്മി നാറിയിട്ടുണ്ട്, അതാണ് സത്യം. ഇത് ഡീഗ്രേഡിംഗ് ഒന്നുമല്ല, സത്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഡീഗ്രേഡിംഗ് ആണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കല്ലേ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കറക്റ്റായി രേഖപ്പെടുത്തണേ. അന്തങ്ങൾക്കും സ്വാഗതം. ഓക്കെ, പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.